ഹായ് ഹലോ എല്ലാവർക്കും റാണീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് പനീർ സ്പ്രിംഗ് ദോശയാണ്. അപ്പം അതിന് വേണ്ടി ദോശ ബാറ്റർ എടുത്തിട്ടുണ്ട്. ഫില്ലിങ്ങിന് വേണ്ടി 1/4 കപ്പ് സവാള ചോപ്പ് എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് കാപ്സിക്കം എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് കാബേജ് എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് പനീർ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, 1/4 കപ്പ് നൂഡിൽസ് എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ഷെസ്വാൻ സോസ്, 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ബട്ടർ, ആവശ്യത്തിന് ഉപ്പ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഈ ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കാം. വേണ്ടി ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചോപ്പ് വെച്ചേക്കുന്ന ഗാർലിക് ഇട്ട് കൊടുക്കാം. ഗാർലിക്കിന് പകരം ഗാർലിക് പൗഡർ ആയാലും മതി. ഇപ്പം നന്നായി വഴന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് സവാള ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കാം, ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്കിനി ഇതിലേക്ക് കാബേജ് ഇട്ട് കൊടുക്കാം, കാപ്സിക്കം ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം. ഹൈ ഫ്ലെയിമിൽ വേണം ഇത് വഴറ്റിയെടുക്കാൻ. നമുക്കിനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഷെസ്വാൻ സോസ് ഒഴിച്ചു കൊടുക്കാം, സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം, കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഷെസ്വാൻ സോസ് ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി ചേർത്താലും മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സോസിലൊക്കെ ഉപ്പുള്ളതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് മാത്രമായാലും കുഴപ്പമില്ല. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പനീർ സ്പ്രിംഗ് ദോശ ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടി പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നന്നായി പരത്തി കൊടുക്കാം. ബട്ടർ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമുക്കിനി ഇത് റോൾ ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള പനീർ സ്പ്രിംഗ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ദോശയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.